ഹലോ വെൽക്കം ഓൾ ഓഫ് യു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനിലെ യൂണിറ്റ് 3 ആണ്, 4 സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇതിൽ മെയിനായിട്ട് വരുന്നത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട സ്കിൽസ് എന്തൊക്കെയാണ്, നമുക്ക് വേണ്ട കഴിവുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. ഫസ്റ്റ് വൺ എന്താണ്? ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. ഇത് നാലും നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അതിൽ ജസ്റ്റ് കീവേഡ്സ് എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് പോവാം. ഫസ്റ്റ് വൺ ലിസണിങ്. ലിസണിങ് എന്താണ്? നമ്മൾ ശ്രദ്ധിക്കുക, പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് എന്ത് വരുന്നത്, ലിസണിങ് എന്ന് വരുന്നത്. ഇനി ലിസണിങ്ങും അതേപോലെ തന്നെ ഹിയറിങ്ങും സെയിം ആണോ? ഒരിക്കലും അല്ല, അല്ലേ? ലിസണിങ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു കാര്യത്തെ ശ്രദ്ധിച്ച് കേട്ട് അത് എന്താക്കാണ്, മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ ഹിയറിങ് അങ്ങനെയാണോ? നമ്മൾ എഫേർട്ട്ലെസ്ലി നമ്മൾ കുറേ കാര്യങ്ങൾ കേൾക്കും, പക്ഷെ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം എന്നില്ല. ഓക്കെ, അങ്ങനെ ലിസണിങ്ങും ഹിയറിങ്ങും തമ്മിൽ എന്തുണ്ട്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, ദർ ഇസ് ബിഗ് ഡിഫറൻസ് ബിറ്റ്വീൻ ലിസണിങ് ആൻഡ് ഹിയറിങ്. Listening is an activity which needs our conscious effort and is essential. Okay, നമ്മുടെ ഒരു കോൺഷ്യസ് എഫേർട്ട് വേണ്ട ഒരു കാര്യമാണ് ലിസണിങ് എന്ന് പറയുന്നത്. ഹിയറിങ്ങിന് അത് വേണോ? കേൾക്കാൻ അത് വേണോ? വേണ്ട. നമ്മൾ എഫേർട്ട്ലെസ്ലി ചെയ്യുന്ന ഒരു കാര്യമാണ് ഹിയറിങ് എന്ന് പറയുന്നത്. പക്ഷേ ലിസണിങ് അങ്ങനെയാണോ? അല്ല. ലിസണിങ്ങിന് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു കോൺഷ്യസ് എഫേർട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആക്റ്റീവ് ലിസണിങ് ഇസ് പാർട്ട് ഓഫ് എ ഗുഡ് കോൺവെർസേഷൻ. നല്ലൊരു കോൺവെർസേഷൻ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ടും വേണ്ടിയിട്ടുള്ള ഒരു സ്കില്ലാണ് എന്തെന്ന് പറയുന്നത്, ആക്റ്റീവ് ആയിട്ടുള്ള ലിസണിങ്. നന്നായി ശ്രദ്ധിച്ചാൽ മാത്രമേ കോൺവെർസേഷനിൽ നമുക്ക് 100% എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി ഫാക്ടേഴ്സ് ദാറ്റ് എഫക്റ്റ് ആക്റ്റീവ് ലിസണിങ്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് ആക്റ്റീവ് ലിസണിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നത്? ഓക്കെ, ദി ലിസണർ ഷുഡ് ബി ഇൻട്രസ്റ്റഡ് ഇൻ ദി കോൺവെർസേഷൻ. ദി ടോപ്പിക് ഷുഡ് ബി റെലവൻറ്റ് ഫോർ ദി ലിസണർ ആസ് വെൽ. അത് ഉറപ്പായിട്ടും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ നമുക്കും കൂടി അറിയുന്ന കാര്യങ്ങളെ പറ്റി സംസാരിക്കുമ്പോഴാണ് നമുക്കത് ശ്രദ്ധിക്കാൻ തോന്നുന്നത്. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളെ പറ്റി പറയുമ്പോഴാണ് നമുക്കത് ശ്രദ്ധിക്കാൻ തോന്നുക. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയതായിട്ടുള്ള, നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളോ വരുമ്പോഴാണ് നമുക്ക് അതിന് എന്ത് ചെയ്യാൻ തോന്നുക, ലിസൺ ചെയ്യാൻ തോന്നുക. അപ്പോൾ അതാണ് ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, സ്പീക്കർ ഷുഡ് ഹാവ് എക്സ്പെർട്ടൈസ് ഇൻ ദെയർ യൂസ് ഓഫ് ലാംഗ്വേജ്. അതായത് ഏത് ലാംഗ്വേജ് ആണോ യൂസ് ചെയ്യുന്നത് അതിലെന്തായിരിക്കണം, ആൾ നല്ല എക്സ്പെർട്ടൈസ് ആയിരിക്കണം, ആൾ നല്ല ഫ്ലോ ആയിട്ട് സംസാരിക്കാൻ പറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലിസൺ ചെയ്തിരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, then incomplete utterances impact the ability of a listener to follow an argument. Hesitation and pauses in between the sentences can also impact the quality of listening. Listener's ability to overcome the distraction determines the amount of time that he or she can actively listen. സ്പീഡ് ഓഫ് ദി സ്പീച്ച് ഷുഡ് ബി മോഡറേറ്റ്. ഓക്കെ, അപ്പോൾ ഈ പോയിൻറ്റ്സ് എല്ലാത്തിലും എന്താ പറയുന്നത്? ഫസ്റ്റ് വൺ എന്താണ്, നമ്മൾ പറയുന്നത് ഒരുവിധം ഒരു മോഡറേറ്റ് സ്പീഡിലായിരിക്കണം. ഭയങ്കര ലാഗാക്കി കൊണ്ടുപോകാനും പറ്റില്ല, എന്നാൽ ഭയങ്കര സ്പീഡിൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഒരു മോഡറേറ്റ് ലെവലിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, സംസാരിക്കാനായിട്ട് വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുറേ നേരത്തേക്ക് അത് ലിസൺ ചെയ്തിരിക്കാൻ പറ്റുള്ളൂ. ദെൻ പിന്നെ എന്താ പറയണത്, അതായത് പുറത്തുനിന്ന് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരും നമ്മൾ സംസാരിക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ നമ്മൾ ഒരു കോൺവെർസേഷനിൽ ഏർപ്പെടുമ്പോൾ പുറത്തുനിന്ന് ചിലപ്പോൾ ഒരുപാട് സൗണ്ടുകൾ കേൾക്കാം. അതിലൊന്നും ഡിസ്ട്രാക്റ്റഡ് ആവാതെ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കണം, ലിസൺ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇനി ഇടയിൽ ഓരോ ഹെസിറ്റേഷൻസ്, നമുക്ക് ഒരു ലിസൺ ചെയ്യണ സമയത്ത് ഒരു മടിയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അത് ലിസൺ ചെയ്തിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോട് ഒരു ഇൻട്രസ്റ്റ് ചെയ്യണം. ആ ടോപ്പിക്ക് നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കണം. ഓക്കെ, ഇതൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അതിനെ എഫക്റ്റ് ചെയ്യുന്ന, ലിസണിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് അതൊന്ന് എന്ത് ചെയ്യുക, അവിടെ നോട്ട് ചെയ്ത് വെക്കാം. Then avoid unfamiliar colloquial expressions that are not known by the listener. അതായത് നമ്മൾ പറയുന്ന ആൾക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് അൺഫെമിലിയർ ആയിട്ടുള്ള, അവർക്ക് വേണ്ടാത്ത രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മളത് എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി മിനിമൈസ്ഡ് ഇൻ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ? ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ മാനേജറായിട്ട് സംസാരിക്കുന്ന സമയത്ത് അതൊരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആവാനാണ് കൂടുതലായിട്ടും ചാൻസ് ഉള്ളത്. അങ്ങനെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് കൂടുതലായിട്ടും
നമ്മൾ ആക്ഷൻസ് യൂസ് ചെയ്യാതിരിക്കുക. അതായത് സംസാരിക്കുന്ന സമയത്തുള്ള ആക്ഷൻസ് അല്ലാതെ നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് യെസ് പറയുമ്പോൾ തല ആട്ടുക, അല്ലെങ്കിൽ നോ പറയുമ്പോൾ അങ്ങനെ തല ആട്ടുന്ന സമയത്ത് അവിടെ എന്താണ് ഒരു ഇൻഫോർമാലിറ്റി വരികയാണ്. ആ ഒരു ഇൻഫോർമാലിറ്റി ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ കൊണ്ടുവരാതിരിക്കുക മെയിനായിട്ടും. ഓക്കെ, അപ്പോൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യാതിരിക്കാം, ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ കൊണ്ടുവരാതിരിക്കാം. The difference between the capacity of speaking and listening can also impact the quality of effective listening. എന്താ പറയണത്? അതായത് നമുക്ക് സംസാരിക്കാൻ, ചിലവർക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലർക്ക് എന്നാൽ സംസാരിക്കാൻ തീരെ ഇഷ്ടമുണ്ടാവില്ല, കേട്ടുകൊണ്ടിരിക്കാനായിരിക്കും ഇഷ്ടം. ചിലർക്ക് രണ്ടും ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വലിയൊരു ഡിഫറൻസ് തന്നെയുണ്ട്. അതായത് സംസാരിക്കാൻ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ലിസൺ ചെയ്തിരിക്കാൻ കുറേ നേരം ഇഷ്ടം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻസ് എല്ലാം മനസ്സിലാക്കി നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആളുടെ ടേസ്റ്റ് മനസ്സിലാക്കി അയാളുടെ കൂടി ആ ഒരു കംഫർട്ട്നെസ്സിൽ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, സംസാരിക്കാനായിട്ട് ശ്രമിക്കുക, ആ ഒരു കോൺവെർസേഷൻ തുടരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ലിസണിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്താണ്, സ്പീക്കിംഗ്. ഫസ്റ്റ് വൺ ലിസണിങ് ആണ്. ലിസണിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ സ്പീക്കിംഗ്. ഇംഗ്ലീഷ് ഈസ് കൺസിഡേർഡ് ആസ് എ ഗ്ലോബൽ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇംഗ്ലീഷ് എന്താണ്, നമ്മുടെ ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കൺസിഡർ ചെയ്തിരിക്കുന്നത്. അവർ സ്ട്രെങ്ത് ആസ് എ കമ്മ്യൂണിക്കേറ്റർ ലൈസ് ഇൻ അവർ എബിലിറ്റി ടു സ്പീക്ക് എ ലാംഗ്വേജ് ഫ്ലുവൻ്റ്ലി ആൻഡ് കോൺഫിഡൻ്റ്ലി. We can classify the functions of communication into 4 main categories. They are informative, instructive, persuasive and integrative. ഓക്കെ, ഇങ്ങനെ 4 രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മെയിൻ കാറ്റഗറീസ് ആയിട്ട്. എന്തിനാ മെയിൻ കാറ്റഗറീസ്, ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ്റെ ഫങ്ഷൻസിന് ഇത്ര മെയിൻ കാറ്റഗറീസ് ആയിട്ട് 4 മെയിൻ കാറ്റഗറീസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, തരം തിരിച്ചിട്ടുള്ളത്. ഇൻഫോർമേറ്റീവ്, ഇൻസ്ട്രക്റ്റീവ്, പെർസ്വാസീവ് ആൻഡ് ഇൻറ്റഗ്രേറ്റീവ്. ഓക്കെ, ഇതൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 4 എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഇൻഫോർമേറ്റീവ്. അതായത് നമ്മൾ ആർക്കെങ്കിലും എന്ത് ചെയ്യുക, ഒരു ഇൻഫോർമേഷൻ കൊടുക്കുക. അതിലെന്താ വരുന്നത്, ഇൻട്രൊഡ്യൂസിങ് വൺ സെൽഫ്. നമ്മളെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, നമ്മളെ പറ്റി നമ്മൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഏതിലാണ് വരുന്നത്, ഏത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനിലാണ് വരുന്നത്, ഇൻഫോർമേറ്റീവിലാണ് വരുന്നത്. കൺവേയിങ് പേഴ്സണൽ ഇൻഫോർമേഷൻ. നമ്മുടെ പേഴ്സണൽ ഇൻഫോർമേഷൻസ്, നമ്മളെ ബയോഡാറ്റ, നമ്മളെ സെൽഫ് ഇൻട്രൊഡക്ഷനൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് അത് എന്തിലാണ് വരുന്നത്, ഇൻഫോർമേറ്റീവിലാണ് വരുന്നത്. റിപ്പോർട്ടിംഗ് ഈവൻറ്റ്സ് ആൻഡ് എക്സ്പ്രസിംഗ് കമൻറ്റ്സ്, ഒപ്പീനിയൻ ആൻഡ് ഇൻഫോർമേഷൻ അബൌട്ട് പ്ലേസസ് ആൻഡ് ഓർഗനൈസേഷൻ ഓർ ഡെയിലി റൂട്ടീൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇൻസ്ട്രക്റ്റീവ്. ഇൻസ്ട്രക്റ്റീവിൽ പേര് പോലെ തന്നെ എന്താണ്, നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന രീതിക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് ഡയറക്റ്റ് ചെയ്യുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അതേപോലെ തന്നെ ഓരോ സാധനത്തെയും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, കമാൻഡ്സ് ആൻഡ് ഓർഡേഴ്സ്, ഇതെല്ലാം വരുന്നത് എന്തിലാണ്, ഇൻസ്ട്രക്റ്റീവിലാണ്. ഗിവിങ് ഇൻസ്ട്രക്ഷൻസ്, ഗിവിങ് ഡയറക്ഷൻസ്, എക്സ്പ്ലെയിനിങ്, ഡിസ്ക്രൈബിങ് തിങ്സ്, കമാൻഡ്സ് ആൻഡ് ഓർഡേഴ്സ്. ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് പെർസ്വാസീവ്. പെർസ്വാസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധിപ്പിക്കുക എന്നാണ് അർത്ഥം. നിർബന്ധിപ്പിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ ഈ ചില ആഡൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും, നമ്മളെ വാങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യിപ്പിക്കുകയാണ്, നിർബന്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ഇത് വാങ്ങൂ, നിങ്ങൾക്ക് ഇന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ് വായിക്കുന്ന ആളിനെ അല്ലെങ്കിൽ അത് കാണുന്ന ആൾക്കാരെ അത് നിർബന്ധിപ്പിക്കുകയാണ് വാങ്ങാൻ വേണ്ടിയിട്ട്. ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഫോഴ്സ് അവിടെ കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ രീതിയിലുള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്, പെർസ്വാസീവ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ്, മെയിനായിട്ടും പരസ്യങ്ങൾ, അഡ്വർടൈസിങ് ഉണ്ട്, സെല്ലിംഗ് ആൻഡ് സർവീസസ് ഉണ്ട്, റീസണിങ് ഉണ്ട്, സജഷൻസ്, ഗിവിങ് റീസൺസ്, കൺവിൻസിങ് പീപ്പിൾ. ഓക്കെ, ആൾക്കാരിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, പല രീതിയിലുള്ള പരസ്യങ്ങളിലൂടെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്, നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം ഏതിലാണ് വരുന്നത്, പെർസ്വാസീവിലാണ് വരുന്നത്. ദ നെക്സ്റ്റ് വൺ ഇൻറ്റഗ്രേറ്റീവ്. ഇൻറ്റഗ്രേറ്റീവിൽ എങ്ങനെയാണ് വരുന്നത്, മേക്കിംഗ് റിക്വസ്റ്റ്, ഗ്രീറ്റിംഗ് പീപ്പിൾ, ഗിവിംഗ് അഡ്വൈസ്, മേക്കിംഗ് എൻക്വയറീസ്, എക്സ്പ്രസിങ് സിമ്പതി, കോംപ്ലിമെൻറ്റിങ്, അപ്രിഷ്യേറ്റിംഗ്, എൻകറേജിങ്. ഓക്കെ, ഇൻറ്റഗ്രേറ്റീവ് നല്ല രീതിയിലുള്ള സംഭവങ്ങളാണ് ഇൻറ്റഗ്രേറ്റീവിൽ വരുന്നത്. എന്തൊക്കെയാണ്, ഒരാളോട് എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളപ്പോൾ ആൾക്കാരെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് അങ്ങനെ വിഷ് ചെയ്യുന്നത്, അതെല്ലാതും, അതേപോലെ തന്നെ ഒരാൾക്ക് ഒരു അഡ്വൈസ് കൊടുക്കുന്നത്, അതെല്ലാതും ഇതിലാണ് വരുന്നത്, ഇൻറ്റഗ്രേറ്റീവിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പോയിൻറ്റ്സ് എന്ത് ചെയ്യാം,
ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊന്നും അത്രയ്ക്കും എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങളല്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇൻഫോർമേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ ഒരാൾക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്നത് ഏതാണ്, ഇൻഫോർമേറ്റീവ് ആണ്. ഓക്കെ. ഇൻസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ഡയറക്ഷൻസ് കൊടുക്കുക, ഒരു കാര്യത്തെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, ഇതെല്ലാം ഇൻസ്ട്രക്റ്റീവിൽ വരും. ദെൻ പെർസ്വാസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യത്തെ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യിപ്പിക്കുന്ന രീതി, ഒരു അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ സെല്ലിങ്, സർവീസസ്, റീസണിങ്, ഇതെല്ലാം വരുന്നത് ഏതിലാണ്, പെർസ്വാസീവിലാണ്. ഇതിൽ ഒരു 4 പോയിൻ്റെങ്കിലും മിനിമം എന്ത് ചെയ്യുക, ഓരോന്നിലും പഠിച്ചു വയ്ക്കാം. ദെൻ നെക്സ്റ്റ് വൺ ഇൻറ്റഗ്രേറ്റീവ്. നമ്മൾ പറഞ്ഞു മെയിനായിട്ട് എന്താണ്, റിക്വസ്റ്റ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ആൾക്കാരിനെ നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്ന രീതി, ഇതെല്ലാം വരുന്ന രീതിയിലാണ്, ഇൻറ്റഗ്രേറ്റീവിലാണ്. ഓക്കെ. അപ്പോൾ 4 ഫാക്ടേഴ്സ് എന്ത് ചെയ്തു, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ്, ടു എൻഷുവർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ദർ ആർ എ ഫ്യൂ തിങ്സ് ദാറ്റ് യു ക്യാൻ ഡെവലപ്പ്. എന്തൊക്കെയാണ്? എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് കുറേയധികം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, അതിലൊരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. എങ്ങനെയാണ്? അണ്ടർസ്റ്റാൻഡ് ദി പർപ്പസ് ആൻഡ് നീഡ് ടു കമ്മ്യൂണിക്കേറ്റ്. നമ്മൾ എന്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കണത്, അല്ലെങ്കിൽ ആ ഒരു കോൺവെർസേഷൻ്റെ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യം അവിടെ എന്താണ്, എന്ത് റെലവൻസ് ആണ് ആ ഒരു ടോപ്പിക്കിനുള്ളത് എന്നെല്ലാം മനസ്സിലാക്കി കൃത്യമായിട്ട് അത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. ബിഗിൻ വെൽ. എന്താണ്, നല്ല രീതിയിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക മാത്രമല്ല എൻഡ് ചെയ്യണതും എന്തിലായിരിക്കണം, നല്ലൊരു രീതിയിലായിരിക്കണം. ഓക്കെ. സ്വിച്ച് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ആസ് സ്യൂട്ടഡ് ടു ദി ഒക്കേഷൻ. അതായത് നമ്മുടെ ഒക്കേഷൻ അനുസരിച്ച്, നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പെരുമാറാനായിട്ട് ശ്രമിക്കണം. ഫോർമൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളൊരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് പാടില്ല. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളതാണ്, ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് യൂണിറ്റ് 1-ൽ. അത് കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണാം കേട്ടോ. ദെൻ ബി സ്പോണ്ടേനിയസ്. നമ്മൾ എന്ത് ചെയ്യണം, സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കണം. അതായത് ഒരു കാര്യം കഴിഞ്ഞ് അടുത്ത കാര്യം വരുമ്പോഴത്തേനുള്ള ആ ഒരു ഗ്യാപ്പ് അവിടെ എന്ത് ചെയ്യരുത്, ലിസണർക്ക് ഫീൽ ചെയ്യാൻ പാടില്ല. ഓക്കെ. ലിസൺ ആൻഡ് റെസ്പോൺസ് ടു ഫീഡ്ബാക്ക് ആൻഡ് കോൺവെർസേഷൻ നീറ്റ്ലി ആൻഡ് വിത്ത് ഗ്രേസ്. ഓക്കെ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണതും എൻഡ് ചെയ്യണതും എന്തായിരിക്കണം, ഭയങ്കര നീറ്റായിട്ട് പൊളൈറ്റായിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനും എൻഡ് ചെയ്യാനും. അതിപ്പോൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും എന്ത് ചെയ്യണം, അങ്ങനെ ആയിരിക്കണം വേണ്ടത്. ഫസ്റ്റ് തിങ് ടു ഡു വെൻ യു മീറ്റ് സംവൺ ഇസ് ടു ഗ്രീറ്റ് ദം പൊളൈറ്റ്ലി. ദർ ആർ സർട്ടൻ ക്രൈറ്റീരിയ ടു ഫോളോ വൈൽ യു ഗ്രീറ്റ് ദം. അതായത് നമ്മളൊരാളെ കാണുന്ന സമയത്ത് ഫസ്റ്റ് ഒരു കാര്യം ചെയ്യാൻ പറ്റുക എന്നുള്ളത് അവരിനെ ഗ്രേറ്റ് ചെയ്യാണ്. ഓക്കെ. എങ്ങനെയാണ്, നമ്മളിപ്പോൾ ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല രീതിക്കും ഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ദി ടൈം യു ആർ മീറ്റിംഗ് അറ്റ് ദി പേഴ്സൺ. അതായത് രാവിലെയാണോ രാത്രിയാണോ ഉച്ചയ്ക്കാണോ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ടൈം നോക്കിയിട്ട് വേണം, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് വേണം ഒരാളെ ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. രാവിലെ പോയിട്ട് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ശരിയാവില്ല. ദി റിലേഷൻഷിപ്പ് വിത്ത് ദി പേഴ്സൺ, എന്ത് റിലേഷനാണോ ആ ആളായിട്ടുള്ളത് അതെല്ലാം കൺസിഡർ ചെയ്ത് ദി ഒക്കേഷൻ, വെദർ ഇറ്റ് ഈസ് ഫോർമൽ ഓർ ഇൻഫോർമൽ സിറ്റുവേഷൻ, ഫോർമൽ സിറ്റുവേഷൻ ആണോ ഇൻഫോർമൽ സിറ്റുവേഷൻ ആണോ, നമ്മൾ പറയാൻ പോകുന്ന പേഴ്സണായിട്ട് നമുക്കുള്ള റിലേഷൻ എന്താണ്, ആ ഒക്കേഷൻ എന്താണ്, അതേപോലെ തന്നെ ഏത് സമയമാണ്, ഇതെല്ലാതും കൺസിഡർ ചെയ്തിട്ട് വേണം ഒരാളെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗ്രേറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട്. ഓക്കെ. Phrases are often followed by an exclamation mark. എക്സ്ക്ലമേഷൻ മാർക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഏതൊക്കെ സന്ദർഭങ്ങൾ വരുമ്പോഴാണ് നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്ക് ഉപയോഗിക്കേണ്ടത്. ഏതൊക്കെയാണ്? കൺഗ്രാജുലേഷൻസ്. അപ്പോൾ അവിടെ എന്താണ്, ഒരു എക്സ്ക്ലമേറ്ററി മാർക്കാണ് വരുന്നത്. കൺഗ്രാജുലേഷൻസ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കാനായിട്ട് പാടില്ല. അവിടെ എന്താ വരുന്നത്, എക്സ്ക്ലമേറ്ററി മാർക്കാണ് വരുന്നത്. ദെൻ വെൽ ഡൺ, ഗുഡ് ലക്ക്, വെൽക്കം ടു അവർ ടീം, ഓൾ ദി ബെസ്റ്റ്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു വോയിസിൽ തന്നെ നമുക്ക് ആ ഒരു മോഡുലേഷൻസ് വരുത്താനായിട്ട് തോന്നും. അപ്പോൾ അവിടെ വരുന്ന ഈ ഗ്രീറ്റിങ്സ് വരുമ്പോൾ അവിടെ വരുന്ന ആ ഒരു സിമ്പിൾ എന്ന് പറയുന്നത് ഫുൾ സ്റ്റോപ്പ് അല്ല, എന്താണ്, എക്സ്ക്ലമേഷൻ മാർക്കാണ്. ദെൻ ഇത് ചിലപ്പോൾ 2 മാർക്കിനായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, എക്സ്ക്ലമേഷൻ മാർക്ക് ഉപയോഗിക്കേണ്ട ഫ്രേസസ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് എഴുതണം, കൺഗ്രാജുലേഷൻസ്, വെൽ ഡൺ, ഗുഡ് ലക്ക്, വെൽക്കം ടു അവർ ടീം, ഓൾ ദി ബെസ്റ്റ്. ഇനിയും ഉണ്ട് കുറേ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമ്പിൾസ് ഇതിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ വൈൽ മേക്കിംഗ് റിക്വസ്റ്റ്സ് ദി ഓക്സിലറി വെർബ് കുഡ് ആൻഡ് ക്യാൻ ബി ഫോളോഡ് ബൈ വെർബ്സ്. അതായത് വെർബ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കുഡ് അല്ലെങ്കിൽ
ക്യാൻ എന്നുള്ളത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത്? ഫോർമൽ വേസ് ഫോർ റിക്വസ്റ്റിംഗ്. അതായത് നമ്മൾ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യണ സമയത്ത് ആ ഒരു ഫോർമൽ വേ എങ്ങനെയാണ്? വുഡ് യു മൈൻഡ് പ്ലസ് എന്ത് ചെയ്യുക? വെർബ് യൂസ് ചെയ്യുക. നമ്മൾ ഏത് വെർബാണോ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് യൂസ് ചെയ്യണത് ആ വെർബ് യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെ എന്ത് യൂസ് ചെയ്യും? ING ഫോം പ്ലസ് ING ഫോം. വുഡ് യു മൈൻഡ് പ്ലസ് വെർബ് പ്ലസ് എന്ത് ചെയ്യുക? ING ഫോം. എക്സാമ്പിൾ എന്താ വരുന്നത്? വുഡ് യു മൈൻഡ് ഷട്ടിങ് ദി വിൻഡോ. ഷട്ടിങ്, കണ്ടോ? ഷട്ട് എന്നല്ല അവിടെ വന്നത്, ഷട്ടിങ്. അങ്ങനെ വരുമ്പോൾ എന്താണ്? ഷട്ട് പ്ലസ് ING, വെർബ് പ്ലസ് ING ഫോമാണ് അവിടെ വരുന്നത്, ഷട്ടിങ് ദി വിൻഡോ. ഓക്കെ, അവിടെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്. ബിക്കോസ് നമ്മൾ എന്താണ്? ഫോർമൽ വേ ഓഫ് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ റിക്വസ്റ്റിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. റിക്വസ്റ്റിംഗ് വരുമ്പോൾ അവിടെ എന്താണ്? ക്വസ്റ്റ്യൻ മാർക്കാണ് വരിക. ഓക്കെ, വുഡ് യു മൈൻഡ് പ്ലസ് വെർബ് പ്ലസ് ING ഫോം. ഇങ്ങനെയാണ് ആ ഒരു ഫോർമൽ വേ ഓഫ് റിക്വസ്റ്റിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾ അവിടെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി let us see more phases to make request and responses. റിക്വസ്റ്റും റെസ്പോൺസസും എന്തൊക്കെ രീതിയിലാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക? കുറേ അധികം എക്സാമ്പിൾസ് ഉണ്ട്. ഞാനിപ്പോൾ അവിടെ 4 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. റിക്വസ്റ്റ്, ക്യാൻ യു കം ഹിയർ, അതൊരു റിക്വസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിയുമോ? ക്യാൻ യു കം ഹിയർ, ഇവിടെ വരാനായിട്ട് കഴിയുമോ? അതൊരു റിക്വസ്റ്റ് ആണ്. റെസ്പോൺസസിൽ എന്തൊക്കെയാണ്? യെസ്, ഓഫ് കോഴ്സ്, സെർട്ടൻലി, റൈറ്റ് അവേ, ഇൻ എ മിനിറ്റ്, ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ വരാം. ഓക്കെ, ഷുവർ, ഓക്കെ, നോ പ്രോബ്ലം അറ്റ് ഓൾ. അതിനിപ്പോൾ എന്താ എന്ന് ചോദിക്കില്ലേ? നോ പ്രോബ്ലം അറ്റ് ഓൾ. അതിനിപ്പോൾ എന്താ? ഓക്കെ, ദെൻ റിക്വസ്റ്റ് ആണെങ്കിലോ? ക്യാൻ യു കം ഹിയർ, കുഡ് യു കം ഹിയർ, ഡു യു മൈൻഡ് കമ്മിങ് ഹിയർ, വുഡ് യു മൈൻഡ് കമ്മിങ് ഹിയർ പ്ലീസ്. ഇങ്ങനെ പല രീതിക്ക് ഒരു റിക്വസ്റ്റ് തന്നെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിക്വസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, റെസ്പോൺസസ് ആയാലും ഇത്രയും അധികം രീതിയിൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പറ്റും. ദെൻ റിക്വസ്റ്റും റെസ്പോൺസസും എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഏതൊക്കെ രീതിയിലുള്ള റിക്വസ്റ്റ് ആണ്, റെസ്പോൺസസ് ആണെന്നുള്ളത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ടേബിളാക്കിയിട്ട് എഴുതിയാലും മതിയാവും. ദെൻ സം ഇൻസ്റ്റൻസസ് ഓഫ് ഡിക്ലൈനിങ് റിക്വസ്റ്റസ്. നമ്മൾ ചില സമയത്ത് നമുക്ക് അവർ പറയുന്ന റിക്വസ്റ്റ് നമുക്ക് സ്വീകരിക്കാൻ പറ്റണം എന്നില്ല. അപ്പോൾ നമ്മൾ പറ്റില്ല അങ്ങനെ ഹാർഷായി പറയുന്നതിന് പകരം എന്ത് ചെയ്യുക? കുറച്ചും കൂടി പൊളൈറ്റായി, കുറച്ച് അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്ന രീതിയിൽ അതെന്ത് ചെയ്യുക? ആ റിക്വസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഡിക്ലൈൻ ചെയ്യാം. ഐ എം സോറി, ഐ കാൺഡ്, ബിക്കോസ് നമുക്ക് എന്താണ് കഴിയാത്തത് എന്നുള്ള റീസൺ അവിടെ കൊടുക്കാം. ഓക്കെ, ഐ എം അഫ്രൈഡ്, ഐ കാൺഡ് ബിക്കോസ് ഐ വിഷ് ഐ കുഡ് ബി സം ഹെൽപ്പ്, ബട്ട് അങ്ങനെ ഇത്തിരി പൊളൈറ്റായി റെസ്പെക്റ്റ് ചെയ്ത് നമ്മൾ ആ ഒരു റിക്വസ്റ്റ് എന്ത് ചെയ്യുക? ഡിക്ലൈൻ ചെയ്യേണ്ട അവസ്ഥയാണെങ്കിൽ നമ്മളത് ഡിക്ലൈൻ ചെയ്യാനേ വേണം. കാരണം നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർ റിക്വസ്റ്റ് ചെയ്ത കാര്യം നമ്മൾക്ക് ഡിക്ലൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനത്തെ പൊളൈറ്റ് ആയിട്ടുള്ള ഇത്തിരി റെസ്പെക്റ്റ് കൊടുക്കുന്ന രീതിയിലുള്ള വേർഡ്സൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ദെൻ ഇനി അപ്പോൾ നമ്മൾ 4 സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നിന്നാണ് തുടങ്ങിയത്. ഫസ്റ്റ് വൺ എന്താണ്? ലിസണിങ്. ദെൻ സെക്കൻഡ് വൺ സ്പീക്കിംഗ്. തേർഡ് വൺ റീഡിങ്. റീഡിംഗ് ആണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റീഡിങ് ഈസ് പാർട്ട് ഓഫ് അവർ എവറി ഡേ ലൈഫ്. റീഡിങ് പ്രോസ്, അതായത് നിങ്ങളുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 29 കോക്രോച്ച് എന്ന് പറയുന്ന ലൂയിസ് ഫെർണാണ്ടോ വെരസുമ എഴുതിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സെറ്റയർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പൊളിറ്റിക്കൽ സെറ്റയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ത് ചെയ്യുക? ഹ്യൂമറായിട്ട്, കോമഡി ആയിട്ട് എന്ത് ചെയ്യുക? ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് എന്തെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സെറ്റയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊളിറ്റിക്കൽ സെറ്റയർ എഴുതുന്നതിന് മെയിൻ എയിം എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യത്തെ ഹ്യൂമർലി എന്ത് ചെയ്യുക? ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് മെയിനായിട്ടും പൊളിറ്റിക്കൽ സെറ്റയറിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, പേജ് നമ്പർ 29 കൊടുത്തിരിക്കുന്നത്. അതൊരു പ്രോസ് ആണ്. പ്രോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഡയലോഗ്സ് ആയിരിക്കും കൂടുതൽ. അതിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പറയുന്ന രീതിയിലുള്ള ഡയലോഗ് തന്നെ ആയിട്ടായിരിക്കും അവിടെ കൊടുത്തിട്ടുണ്ടാവുക. മിക്ക കഥകളിലും കഥകൾ നമ്മൾ വായിക്കുന്ന സമയത്ത് അയാളിങ്ങനെ പറഞ്ഞു അങ്ങനെയല്ല. അതായത് അയാൾ എന്താണോ പറഞ്ഞത് അത് ഡയറക്റ്റായിട്ട് അവിടെ കൊടുത്തിങ്ങനെ പോവുക. ജസ്റ്റ് ഒരു 1 സെൻറ്റൻസൊക്കെയാണ് ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവുള്ളൂ, അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം അവർ പറഞ്ഞ ഡയലോഗ്സ് അതേപോലെ തന്നെ അവിടെ കൊടുത്തിരിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അതാണ് പ്രോസിലുണ്ടാവുക മെയിനായിട്ട്. പേജ് നമ്പർ 29 എന്ത് ചെയ്തിട്ടുള്ളത്? ഈ പ്രോസ് കൊടുത്തിരിക്കുന്നത് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, ഒരു പ്രോസാണ്. ദെൻ
ഈ ഒരു കോക്രോച്ചിന് ഹെഡിങ് വരാൻ തന്നെ കാരണം ഫസ്റ്റ് അയാൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോകണം. ഒരാൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോവാണ്. റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അയാൾ ഒരു സാലഡ് ഓർഡർ ചെയ്തു. സാലഡ് വന്നപ്പോൾ സാലഡിൻ്റെ ഉള്ളിൽ ഒരു കോക്രോച്ച് ചത്ത് കിടക്കും. അപ്പോൾ ഇയാൾ വെയിറ്ററിനോട് ഭയങ്കരമായിട്ട് ചൂടായി, ഇതെങ്ങനെ വന്നു ഈ കോക്രോച്ച് ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കിച്ചൺ ക്ലീൻ ചെയ്യാത്തതുകൊണ്ടല്ലേ. അങ്ങനെ ഇയാൾ ഭയങ്കര എതിർത്ത്, വെയിറ്റർ പറയുന്നുണ്ട് വേറെ സാലഡ് മാറ്റി തരാം, വേണ്ട അതൊന്നും പറ്റില്ല, ഇതെങ്ങനെ വന്നു എന്നുള്ളത് ഇയാൾ ഭയങ്കര എതിർത്ത് സംസാരിക്കുകയാണ് ഈ റെസ്റ്റോറൻറ്റിലേക്ക് വന്ന ആൾ. അങ്ങനെ വെയിറ്റർ എന്ത് ചെയ്തു, മാനേജറെ വിളിച്ചു. മാനേജർ വന്നിട്ടും കുറേ ഒത്തുതീർപ്പാക്കാൻ നോക്കി. സാരമില്ല, നിങ്ങൾക്ക് ഇതിന് നഷ്ടപരിഹാരം തരാം, അല്ലെങ്കിൽ വേറെ മാറ്റിത്തരാം, എന്ത് വേണമെങ്കിലും ചെയ്തു തരാം എന്നുള്ള രീതിയിൽ മാനേജറും സംസാരിച്ചു. ഇയാൾ ഒരു നിലയ്ക്കും സമ്മതിച്ചില്ല. അടുത്തത് കടയുടെ ഓണർ വന്നു, റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ വന്നിട്ടും ഇയാളോട് പല രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്ന് പറഞ്ഞ് ഇയാളോട് എന്ത് ചെയ്തു, സംസാരിച്ചു. പക്ഷേ ഇയാൾ ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. അങ്ങനെ മാനേജർ വന്നു, അതേപോലെ തന്നെ ഓണർ വന്നു. നെക്സ്റ്റ് കോൾ പോണത് ഹെൽത്ത് മിനിസ്റ്റർക്കാണ്. ഇനി ഹെൽത്ത് മിനിസ്റ്ററും പറഞ്ഞു നിങ്ങൾക്കുള്ള നഷ്ടപരിഹാരം തരാം, അല്ലെങ്കിൽ ഇത് മാറ്റിത്തരാം, എന്ത് രീതിയിലുള്ള വിട്ടുവീഴ്ച വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അതും ഇയാൾ സമ്മതിച്ചില്ല. നെക്സ്റ്റ് ആര് വന്നു, ആർമി മിനിസ്റ്റർ വന്നു. ദെൻ മിനിസ്ട്രി ഓഫ് ആർമി വന്നിട്ട് എന്ത് ചെയ്തു, നല്ല ഒലീവ് കാണല്ലോ എന്ന് പറഞ്ഞിട്ട് ആ കോക്രോച്ചിനടുത്ത് അങ്ങോട്ട് കഴിച്ചു. അപ്പോൾ എന്താ ഉണ്ടായേ, ഫസ്റ്റ് അയാൾ വെയിറ്ററിനെ വിളിച്ചു, വെയിറ്ററിനെ കുറേ ചീത്ത പറഞ്ഞു. പിന്നെ മാനേജർ വന്നു, പിന്നെ അതേപോലെ തന്നെ ഹെൽത്ത് മിനിസ്റ്റർ വന്നു, അതിൻ്റെ ഇടയിൽ കടയുടെ ഓണർ വന്നു, അതേപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ആർമി വന്നപ്പോൾ എന്ത് ചെയ്തു, ഒരു നിലയ്ക്കും പോവില്ല എന്ന് കണ്ടു. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ആകെയുള്ള ഒരു തെളിവാണ് അവിടെ എന്തെന്ന് പറയുന്നത്, ആ കോക്രോച്ച് എന്ന് പറയുന്നത്. ആ കോക്രോച്ചിനെടുത്ത് അയാൾ അങ്ങോട്ട് കഴിച്ചു. നല്ല ഒലിവാണല്ലോ പറഞ്ഞ അയാൾ ആ കോക്രോച്ചിനെടുത്ത് അങ്ങോട്ട് കഴിച്ചു. അപ്പോൾ അവിടെ എന്താ ഉണ്ടായത്, ഇയാളുടെ തെളിവ് നശിപ്പിച്ചു. ഇയാൾക്ക് ഇനി ഒരു തെളിവും ഇല്ല. എന്താ പോയി പറയുക, കോടതിയിലാണെങ്കിലും ഒന്നും പോയി പറയാനില്ല. ഇയാൾക്ക് ഒരു രീതിയിലുള്ള തെളിവും അവിടെ എന്ത് ചെയ്യണില്ല, അവശേഷിക്കണില്ല. അങ്ങനെ ഈ പരാതി കൊടുത്ത ആളുണ്ടല്ലോ, അതായത് ഞാൻ ഓർഡർ ചെയ്ത സാലഡിൽ കോക്രോച്ച് വന്നു എന്ന് പരാതി കൊടുത്ത ആളുണ്ടല്ലോ, ഇയാളെ എന്ത് ചെയ്തു, അറസ്റ്റ് ചെയ്ത് ഇയാൾക്ക് ഒരു ഫൈനും കൊടുത്ത് ഇയാളിനെ ഒരു നിശ്ചിത കാലത്തേക്ക് അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്തിനു വേണ്ടിയിട്ട്, റെസ്റ്റോറൻറ്റിന് മേലിൽ അപരാധം പറഞ്ഞു അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള രീതിക്ക് ഇയാൾ എന്ത് ചെയ്തു, അറസ്റ്റ് ചെയ്യുക കൂടി ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണ് പറയണത്, ഡെമോക്രസി ഒക്കെ ഉണ്ട്, പക്ഷെ ഒരു പോയിന്റ് വരെ മാത്രമാണ് നമുക്ക് ഡെമോക്രസി എന്ത് ചെയ്യാൻ പറ്റണത്, അനുഭവിക്കാനായിട്ട് പറ്റണത്. ഒരു പോയിൻറ്റിൻ്റെ അപ്പുറത്തേക്ക് ഡെമോക്രസിക്കോ അല്ലെങ്കിൽ ബാക്കി എന്തിനും ഒരു സ്ഥാനവും ഇല്ല. ഓക്കെ എന്നുള്ള രീതിയിൽ ആ ഒരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യം, ശരിക്കും അയാൾ എന്താണ് അവിടെ നിരപരാധിയാണ്, അയാളുടെ ഭാഗത്തല്ല അവിടെ തെറ്റ് എങ്കിൽ പോലും അയാളാണ് എന്ത് ചെയ്യേണ്ടി വന്നത്, കഥേൻ്റെ ലാസ്റ്റ് അയാളാണ് അവിടെ എന്ത് ചെയ്തത്, അയാൾക്ക് ഫൈൻ അടയ്ക്കേണ്ടി വന്നു, ജയിലിലേക്ക് എടുക്കേണ്ടി വന്നു. എന്തിൻ്റെ പേരിൽ, ഈ ഒരു സാലഡിൽ കോക്രോച്ച് വന്നത് മാറ്റിത്തരാൻ പറഞ്ഞപ്പോൾ മാറ്റിയാൽ മതിയായിരുന്നു എന്നുള്ള ഒരു തോട്ട് അയാൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, അപ്പോൾ വന്നിട്ടുണ്ടാവും. പക്ഷെ അതാണോ അതിൻ്റെ ശരി? അല്ല. അപ്പോൾ ശരിയല്ലാത്തൊരു കാര്യം, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്ന രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ സെറ്റയറാണ് ദി കോക്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഇപ്പോൾ റീഡിങ്ങിൻ്റെ കാര്യത്തിൽ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോസാണ് അത് മെയിനായിട്ടും. നമ്മൾ ബാക്കിയുള്ള എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും പാരഗ്രാഫും ഒന്നും അവിടെ യൂസ് ചെയ്യാതെ എന്താണോ ഡയലോഗ്സ്, ആ ഡയലോഗ്സ് നമ്മൾ അതേ കറക്റ്റ് ആ ഒരു പങ്ക്ച്വേഷനിലൊക്കെ ഇട്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഡയലോഗ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത് പ്രോസിൽ വരുന്നത്. ദെൻ മെത്തേഡ് ഓഫ് റീഡിങ്. An important skill in language learning. Reading is an activity using symbols, letters, words, meaningful ideas, and thoughts. We can say reading is an interaction between language and thought. It is a visual process which happens also in our mind. ശരിയല്ലേ, നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ ഒരു വിഷ്വലായിട്ടുള്ളൊരു ഇമേജ് വരികയാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ വിഷ്വലായിട്ടുള്ള, നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോൾ വിഷ്വലായിട്ടുള്ള ആ ഒരു ഇമേജൊക്കെ നമ്മുടെ മൈൻഡിൽ ഫോം ചെയ്യാണ്. അതേപോലെ തന്നെ കുറേ അധികം ലെറ്റേഴ്സും സിമ്പിൾസൊക്കെ വെച്ചിട്ട്, വേർഡ്സൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ശരിക്കുള്ളൊരു പ്രോസസ്സ് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, റീഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ലാംഗ്വേജും തോട്ടും
തമ്മിലുള്ള ഒരു ഇൻ്ററാക്ഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഡിങ്ങിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്? ലാംഗ്വേജ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ റീഡ് ചെയ്ത് പോകല്ല, നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിലെന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള ആ ഒരു തോട്ടും നമ്മുടെ മൈൻഡിൽ വരികയാണ്. ഓക്കെ, ആ ഒരു തോട്ടും ലാംഗ്വേജും തമ്മിലുള്ള ഒരു ഇൻ്ററാക്ഷനാണ് റീഡിങ് എന്നുള്ള ഒരു ഡെഫിനേഷനിൽ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, എത്തിച്ചേരാനായിട്ട് പറ്റും. ഇനി റീഡിങ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഫോളോയിങ് ഫാക്ടേഴ്സ്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ ലിസണിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സൊക്കെ ഡിസ്കസ് ചെയ്തു. അതേപോലെ റീഡിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന എന്തൊക്കെ ഫാക്ടേഴ്സാണുള്ളത്? ഫസ്റ്റ് വൺ എന്താണ്? ഒബ്വിയസ്ലി എന്താണ്? ആൽഫബറ്റിക്സ്, ഫ്ലുവൻസി, കോംപ്രഹെൻഷൻ, വൊക്കാബുലറി. കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കംപ്ലീഷൻ, ആ ഒരു സെൻറ്റൻസിന് നമുക്ക് വരുത്തുന്ന ഒരു പൂർണ്ണത, ഒരു കംപ്ലീഷനാണ് എന്തെന്ന് പറയുന്നത്, കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത്. വൊക്കാബുലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ വേർഡ്സ്, എത്രയധികം വേർഡ്സ് അറിയാം, എത്രയധികം ആ ഒരു ലാംഗ്വേജിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് കഴിയുന്നുണ്ട്, ആ ഒരു വൊക്കാബുലറി സ്കിൽ എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അതാണ് വൊക്കാബുലറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Sometimes you read a page or data to get a particular information which is called scanning. അതായത് ഇത് നമ്മൾ ചിലരൊക്കെ ചെയ്യുന്ന കാര്യമായിരിക്കും. അതായത് ഒരു പേജ് വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു വരിയായിരിക്കും ആവശ്യം, നമുക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു വരി ആ ഒരു പാരഗ്രാഫിൻ്റെ ഇടയിലുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ വായിച്ച് ഇങ്ങനെ പോകും. ലാസ്റ്റ് ആ വരി എത്തണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റായിട്ട് കോൺഷ്യസ് ആയിട്ട് നമ്മുടെ ആ ഒരു കോൺഷ്യസ് മൈൻഡ് കൊണ്ടുവന്ന് നമ്മൾ ആ ഒരു സെൻറ്റൻസ് വായിക്കും. ഓക്കെ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്കാനിങ് എന്ന് പറയുന്നത്. സംടൈംസ് യു റീഡ് എ പേജ് ഓർ ഡാറ്റ ടു ഗെറ്റ് എ പെർട്ടിക്കുലർ ഇൻഫോർമേഷൻ, ഓക്കെ, വിച്ച് ഇസ് കോൾഡ് സ്കാനിങ്. ഓക്കെ, സ്കാനിങ് എന്താണെന്ന് പറഞ്ഞാലോ? ദ നെക്സ്റ്റ് വൺ, സ്കിമ്മിങ്. സ്കിമ്മിങ് എന്താണ്? സ്കിമ്മിങ് ഇൻവോൾവ്സ് എ ക്വിക്ക് റണ്ണിങ് ഓവർ ദി ടെക്സ്റ്റ് ടു ഗെറ്റ് ദി എസൻസ് ഔട്ട് ഓഫ് ഇറ്റ്. സ്കാനിങ്ങും സ്കിമ്മിങ്ങും ഏകദേശം ഒരുപോലെ ആണെങ്കിലും സ്കിമ്മിങ്ങിൽ എന്താണ്, നമ്മൾ ആ ഒരു ഡാറ്റ ഫുള്ള് വായിക്കുന്നുണ്ട്, ആ ഒരു പാരഗ്രാഫ് ഫുള്ള് വായിക്കുന്നുണ്ട്. വായിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് എന്താണ്, ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു എസൻസ്, എന്താണ് ആ പാരഗ്രാഫ് മൊത്തത്തിലായിട്ട് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ക്വിക്കായിട്ട് വായിച്ച് പോകുന്ന, നമ്മൾ ഒന്ന് ഓടിച്ച് പോകാമെന്നൊക്കെ പറയില്ല, എക്സാമിൻ്റെ ആ ഒരു സമയത്തൊക്കെ നമ്മളൊന്ന് ഓടിച്ച് പോകാമെന്നൊക്കെ പറയില്ല. അതായത് ഫുള്ള് നമ്മൾ നോക്കും, പക്ഷേ നമ്മളതെല്ലാം സമ്മറൈസ് ചെയ്ത് പോവാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കിമ്മിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സം ഫാക്ടേഴ്സ് ടു ഓവർകം റീഡിങ് പ്രോബ്ലംസ്. അതായത് വായിക്കുന്ന സമയത്ത് നമുക്ക് കുറേ അധികം പ്രോബ്ലംസ് ഉണ്ടാവും. ആ പ്രോബ്ലംസ് നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയണത്. പ്രാക്ടീസ് റീഡിങ്. പ്രാക്ടീസ് എല്ലാത്തിലും വരുന്ന ഒരു സൊല്യൂഷനാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മൾ പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ. അപ്പോൾ അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ റീഡിങ്ങും നമുക്ക് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റീഡിങ്ങിൽ വരുന്ന പ്രോബ്ലംസ് നമുക്ക് ഓവർകം ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് കൊണ്ട് സാധ്യമാവുന്നതായിരിക്കും. പിന്നെന്താണ്, റെക്കഗ്നൈസ് അൺഫാമിലിയർ വേർഡ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദി മീനിങ്. നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് അതിൻ്റെ മീനിങ് ഒക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി പോവുക. അറിയാത്ത എന്ത് കാര്യം വന്നാലും നമുക്കിപ്പോൾ ഒരുപാട് ടെക്നോളജി ബിൽഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കറിയാത്ത വേർഡ്സ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഡെവലപ്പ് ലിംഗ്വിസ്റ്റിക് കോമ്പീറ്റൻസ്. അതായത് ഭാഷാപരമായിട്ട് നമുക്ക് ഉണ്ടാവേണ്ട കഴിവൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീസിലൂടെയും, അതേപോലെ തന്നെ നമുക്ക് അറിയാത്ത വേർഡ്സൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക, അതെന്ത് ചെയ്യുക, നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, റൈറ്റിംഗ്. നമ്മൾ 3 സ്കില്ലും എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദ നെക്സ്റ്റ് വൺ എന്താണ്, റൈറ്റിംഗ് ആണ് വരുന്നത്. റൈറ്റിംഗ് പ്രൊവൈഡ്സ് ഫിസിക്കൽ എവിഡൻസ് ഓഫ് ദി കണ്ടൻറ്റ് ഓർ റെക്കോർഡ്. അതായത് റൈറ്റിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫിസിക്കൽ എവിഡൻസ് ആണ്. നമ്മൾ റൈറ്റ് ചെയ്ത് നമ്മൾ ഓറലി പറയുന്നതിനേക്കാളും റിട്ടൺ ഫോം എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു എവിഡൻസ് ആണ്. ദി വേർഡ്സ് ക്യാൻ ബി റിട്ടൺ ബൈ ഹാൻഡ് ഓർ ടൈപ്ഡ്. ഇൻ ബോത്ത് ദി സ്പെല്ലിംഗ് ഷുഡ് ബി കറക്റ്റ് ആൻഡ് പ്രോപ്പർ പങ്ക്ച്വേഷൻ ഷുഡ് ബി യൂസ്ഡ്. അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് എഴുതുകയാണെങ്കിലും സ്പെല്ലിംഗ് എന്തായിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ എന്തുണ്ടാവും, ആ ഒരു വേർഡ് തന്നെ ചിലപ്പോൾ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു വേർഡ് തന്നെ വേറൊരു വേർഡായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരു സ്പെല്ലിംഗ് ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ടാവുള്ളൂ, പക്ഷേ എന്ത് ചെയ്യും, ആ വേർഡ് തന്നെ മാറിപ്പോണ രീതിയൊക്കെ വരലുണ്ട്.
ദി ടോൺ ഓഫ് ദി ടെക്സ്റ്റ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു മിസ്റ്റേക്ക് ആയിരിക്കും അവിടെ വരുന്നുണ്ടാവുക, പക്ഷേ ആ ഒരു വേർഡിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു ടെക്സ്ചർ തന്നെ നമുക്ക് മാറിപ്പോകും. വായിക്കുന്ന സമയത്ത് ആൾക്കാരിലേക്ക് അത് കറക്റ്റായിട്ട് കിട്ടാതെയാവും. ഓക്കെ, അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളാണ് എന്ത് ചെയ്യണത് റൈറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. റൈറ്റിംഗ് പ്രോസസ് ഇൻക്ലൂഡ്സ് 5 സ്റ്റെപ്സ്. റൈറ്റിങ്ങിൽ മെയിനായിട്ടും 5 സ്റ്റെപ്പാണുള്ളത്. ഓക്കെ, പ്രീ റൈറ്റിംഗ്, ഡ്രാഫ്റ്റിംഗ്, റിവൈസിങ്, എഡിറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ്. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. എന്താണ് പ്രീ റൈറ്റിംഗ്? നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒരു റഫായിട്ട് നമ്മൾ ജസ്റ്റ് എഴുതി നോക്കും, ഇങ്ങനെയാണ് ഇതിൻ്റെ രീതി എന്നുള്ളത് സിമ്പിളായിട്ട് നമ്മൾ ജസ്റ്റ് റഫായിട്ട് എഴുതാൻ പറയില്ലേ, അങ്ങനെ എഴുതി നോക്കും. അതാണ് എന്ത് പ്രീ റൈറ്റിങ്ങിൽ വരുന്നത്. ഇനി എന്താണ് ഡ്രാഫ്റ്റിംഗ്, റിവൈസിങ്, എഡിറ്റിംഗ്, പബ്ലിഷിംഗ്. നമ്മളത് എന്ത് ചെയ്യുക, അതിലെന്തെങ്കിലും തെറ്റുണ്ടോ അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് എഴുതാം. എഴുതിയതിന് ശേഷം അതിലെന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒന്നും കൂടി റിവൈസ് ചെയ്ത് നോക്കും. റിവൈസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, എഡിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, അത് പബ്ലിഷ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ശരിക്കും ഒരു റൈറ്റ് ചെയ്യേണ്ട ഒരു രീതി എന്നാണ് പറയുന്നത്. 5 സ്റ്റെപ്സ് ഓഫ് റൈറ്റിംഗ് ആണ് ഉള്ളത്. ഓക്കെ, പ്രീ റൈറ്റിംഗ്, ഡ്രാഫ്റ്റിംഗ്, റിവൈസിങ്, എഡിറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ്. ഓക്കെ, ഇനി ഇതെല്ലാം എന്താണെന്ന് ചോദിക്കുമ്പോൾ 2-3 പോയിൻറ്റ്സ് അവിടെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഇതെല്ലാം എലാബറേറ്റ് ചെയ്ത് എഴുതാം. പ്രീ റൈറ്റിംഗ്, ഓർഗനൈസ് യുവർ ടോപ്പിക്. അതായത് ഏത് ടോപ്പിക്കാണോ നമുക്ക് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് ടോപ്പിക്കിനെ പറ്റിയിട്ടാണോ നമുക്ക് എഴുതേണ്ടത് എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് അതോടെ നോട്ട് ചെയ്ത് വെക്കാം. ബ്രെയിൻ സ്റ്റോം യുവർ ഐഡിയാസ്. ഇനി ആ ടോപ്പിക്കിലേക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ എന്തൊക്കെ ഐഡിയാസ് നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും അതെല്ലാതും അവിടെ നോട്ട് ചെയ്ത് വെക്കുക. കളക്ട് ഡാറ്റ. ഇനി ഡ്രാഫ്റ്റിംഗ്, ക്രിയേറ്റ് എ റഫ് കോപ്പി, അറേഞ്ച് യുവർ ഐഡിയാസ്, ഗെറ്റ് ഫീഡ്ബാക്ക് ഓൺ യുവർ ടോപ്പിക്. റിവൈസിംഗ്, ഇംപ്രൂവ് യുവർ റൈറ്റിംഗ്, ചെക്ക് യുവർ വൊക്കാബുലറി, സ്പെല്ലിംഗ് ചെക്ക്. സ്പെല്ലിംഗ് ചെക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് റിവൈസിങ്ങിൽ. സ്പെല്ലിംഗ് എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സ്പെല്ലിംഗ് വ്യത്യാസം വന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യുക, ഒരു വേർഡ് തന്നെ വ്യത്യാസപ്പെട്ട് പോവാണ്. ദെൻ എഡിറ്റിംഗ്. എഡിറ്റിംഗ് എന്താണ്, പ്രൂഫ് റീഡ് യുവർ വർക്ക്, മേക്ക് ഷുവർ ദി റിട്ടൺ ഡോക്യുമെൻറ്റ് ഇസ് ഒറിജിനൽ. അതായത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി വായിച്ച് നോക്കുക. ദെൻ പബ്ലിഷിംഗ്, ക്രിയേറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ഫൈനൽ കോപ്പി. അതായത് നമ്മൾ എഡിറ്റിങ്ങും അതേപോലെ തന്നെ ഡ്രാഫ്റ്റിങ്ങും റിവൈസിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുള്ളൊരു ഫൈനൽ കോപ്പി നമ്മൾ എന്ത് ചെയ്യുക, പബ്ലിഷ് ചെയ്യുക. ഓക്കെ, ഇനി റൈറ്റിംഗ് സെൻറ്റൻസസ്. ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആർ ദി സെൻറ്റൻസസ്. അതായത് നമ്മൾ റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, സെൻറ്റൻസസ് തന്നെയാണ്. ഓക്കെ, A sentence is a combination of words arranged according to certain grammatical rules. അതായത് എങ്ങനെയെങ്കിലും അങ്ങോട്ട് അറേഞ്ച് ചെയ്താൽ പോരാ, കുറച്ച് ഗ്രാമാറ്റിക് റൂൾസ് ഒക്കെ ഓഫ് കൊടുക്കേണ്ടടുത്ത് ഇന്ന് കൊടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ അങ്ങനെ കുറേ അധികം റൂൾസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രാമാറ്റിക്കലി ഉണ്ട്. ഈ ഗ്രാമാറ്റിക് റൂൾസ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പല വേർഡ്സിനെ അറേഞ്ച് ചെയ്യുക. അതാണ് എന്തെന്ന് പറയണത്, ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ സെൻറ്റൻസ് എന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്, 1 മാർക്കിനൊക്കെ ചിലപ്പോൾ. അപ്പോൾ എ സെൻറ്റൻസ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് വേർഡ്സ് അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു സർട്ടൻ ഗ്രാമാറ്റിക് റൂൾസ്. 4 ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ഉണ്ട്. ഏതൊക്കെയാണ്, ഡിക്ലറേറ്റീവ്, ഇൻട്രോഗേറ്റീവ്, ഇമ്പറേറ്റീവ് ആൻഡ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. ദെൻ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് 4 ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് എന്താണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിക്ലറേറ്റീവ്, ഇൻട്രോഗേറ്റീവ്, ഇമ്പറേറ്റീവ് ആൻഡ് എക്സ്ക്ലമേറ്ററി. ദെൻ ഫസ്റ്റ് വൺ, ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ്. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കൺവേ ചെയ്യാൻ മാത്രം ഉപയോഗിക്കുന്നതാണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ്. അത് ശരിക്കും ഒരു നെഗറ്റീവ് സെൻറ്റൻസസ് ആയിട്ടാണ് നമ്മൾ പൊതുവേ ജനറലൈസ് ചെയ്ത് പറയുന്നത് ഡിക്ലറേറ്റീവ് സെൻറ്റൻസസിനെ. അതായത് ദിസ് ഈസ് മൈ പെൻ, ദിസ് ഈസ് നോട്ട് മൈ പെൻ, അങ്ങനെ ഒരു രീതിയിലുള്ളൊരു ഹാർഷ് ടോണിലാണ് ശരിക്കും നമുക്കിത് വായിക്കുമ്പോൾ കിട്ടണത്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ എന്ത് ചെയ്യണത്, നെഗറ്റീവ് സെൻറ്റൻസസ് ആയിട്ട് എന്ത് ചെയ്യണത് പറഞ്ഞിട്ടുള്ളത്. ഡിക്ലറേറ്റീവ് സെൻറ്റൻസിനെ നെഗറ്റീവ് സെൻറ്റൻസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ടും ജനറലൈസ് ചെയ്ത് പറയുക. കാരണം എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്, ദിസ് ഈസ് മൈ പെൻ, ദിസ് ഈസ് നോട്ട് മൈ പെൻ. അങ്ങനെ ഒരു ഇത്തിരി എന്താണ്, കുറച്ച് പൊളൈറ്റ് അല്ലാത്ത രീതിയിലുള്ള ഒരു സെൻറ്റൻസ് ആയിട്ടാണ്, അങ്ങനെയാണ് അതിന് നെഗറ്റീവ് ഇമ്പാക്റ്റ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസ് യൂസ്ഡ് ഫോർ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസ്. അങ്ങനെയാണെങ്കിൽ ആ സെൻറ്റൻസ് ഫുൾ സ്റ്റോപ്പിൽ എൻഡ് ചെയ്യാൻ പാടുമോ, ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ലാസ്റ്റ് എന്താണ്, ക്വസ്റ്റ്യൻ മാർക്കാണ് വരുന്നത്. These sentences end with a question mark. For example, would you like a cup of tea? എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമുക്ക് ചോദിക്കാം.
പക്ഷേ അതിൻ്റെ ലാസ്റ്റ് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ മാർക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസസിൽ മെയിനായിട്ട് എന്താണ്, ക്വസ്റ്റ്യൻ മാർക്ക്. ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അവിടെ കീവേഡ് എന്താണ്, ക്വസ്റ്റ്യൻ മാർക്കാണ്. അതേപോലെ തന്നെ ഡിക്ലറേറ്റീവ് സെൻറ്റൻസസിൽ എന്താണ്, ടു കൺവേ ഇൻഫോർമേഷൻ, ഇറ്റ് ഈസ് നെഗറ്റീവ് സെൻറ്റൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇമ്പറേറ്റീവ് സെൻറ്റൻസസ്. ഇമ്പറേറ്റീവ് സെൻറ്റൻസസിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഓർഡർ ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഇൻസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഇമ്പറേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. യൂസ് ടു ഇഷ്യൂ ഓർഡേഴ്സ്, ഇൻസ്ട്രക്റ്റ്, മേക്ക് റിക്വസ്റ്റ്സ് ഓർ ടു ഗീവ് അഡ്വൈസ്. ഫോർ എക്സാമ്പിൾ, ഗീവ് മീ ദി പെൻ, ഓപ്പൺ ദി ഡോർസ്, പ്ലീസ് ബൈ മീ എ കേക്ക്, ഒരു കേക്ക് വാങ്ങി തരുമോ, അങ്ങനെയൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ഏതിലാണ് വരണത്, ഇമ്പറേറ്റീവ് സെൻറ്റൻസസിലാണ് വരുന്നത്. ഇനി എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് എന്താണ്, യൂസ് ടു എക്സ്പ്രസ് സ്ട്രോങ് ഫീലിങ്സ് ഓർ ഇമോഷൻസ്. ദീസ് സെൻറ്റൻസസ് വിൽ എൻഡ് ഇൻ ആൻ എക്സ്ക്ലമേഷൻ മാർക്ക്. നമ്മൾ നേരത്തെ എക്സ്ക്ലമേഷൻ മാർക്കിനെ പറ്റി പറഞ്ഞു, കൺഗ്രാജുലേഷൻസ്, വെൽ ഡൺ എന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെ എന്താണ്, ഒരു എക്സ്ക്ലമേഷൻ മാർക്കാണ് കൊടുക്കുന്നത്, നോട്ട് ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, യു ആർ സോ പ്രെറ്റി, അങ്ങനെ വരുന്ന സമയത്ത് യു ആർ സോ പ്രെറ്റി എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര നമ്മുടെ അത്രയും ഇമോഷൻ, ആ ഒരു ഫീലിങ്സ് ഒക്കെ അവിടെ എക്സ്പ്രസ് ചെയ്യാണ്. അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഫുൾ സ്റ്റോപ്പ് കൊടുക്കാൻ പാടില്ല. അവിടെ കൊടുക്കേണ്ടത് എന്താണ്, എക്സ്ക്ലമേഷൻ മാർക്കാണ്. ഓക്കെ, യു ആർ സോ പ്രെറ്റി. ദെൻ ഹൗ ടു റൈറ്റ് എ പാരഗ്രാഫ്. ഒരു പാരഗ്രാഫ് എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. എ പാരഗ്രാഫ് കണ്ടെയ്ൻസ് എ ഫ്യൂ സെൻറ്റൻസസ് റിലേറ്റിംഗ് ടു എ പെർട്ടിക്കുലർ ഐഡിയ ഓർ ടോപ്പിക്. എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു ടോപ്പിക് ആവട്ടെ, ആ ടോപ്പിക്കിനോട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഫ്യൂ സെൻറ്റൻസസ്, കുറേയധികം സെൻറ്റൻസസ്, ആ സെൻറ്റൻസസിനെയൊക്കെ കൂട്ടി നമ്മൾ പറയുന്നതാണ് എന്ത്, ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത്. ഓൾ സെൻറ്റൻസസ് വുഡ് ബി കണക്റ്റഡ് ടു ഈച്ച് അതർ. അതായത് ഒരു സെൻറ്റൻസ് കഴിഞ്ഞ് മറ്റേ സെൻറ്റൻസ് പറയുന്ന സമയത്ത് ഒരു പാരഗ്രാഫിൽ തന്നെ ഒരു ബന്ധമില്ലാത്ത ഒരു അടുത്ത സെൻറ്റൻസ് എടുത്തിടരുത്. ഒരു പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ അതിലുള്ള സെൻറ്റൻസസ് എല്ലാം ഒന്നിനോട് ഒന്ന് കണക്റ്റായിട്ട് കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അറേഞ്ച് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട്. The last paragraph of an article should sum up the whole idea of the content. ഒരു ആർട്ടിക്കിളിലെ ഒരു ലാസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും എഴുതി വെക്കാം എന്നുള്ള രീതിയിലാവരുത്. എന്താണ്, നമ്മൾ അത്രയും നേരം ആ ഒരു എത്ര പാരഗ്രാഫ് ഉണ്ടോ ആ പാരഗ്രാഫിലെ മൊത്തം സമ്മറൈസ് ചെയ്തിട്ടുള്ള ഒരു പാരഗ്രാഫ് ആയിരിക്കും ലാസ്റ്റിലെ ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ആർട്ടിക്കിളിൽ. ഓക്കെ, ദെൻ പാർട്സ് ഓഫ് പാരഗ്രാഫ്. എന്തൊക്കെ പാർട്സാണ്, 3 പാർട്സാണ് മെയിൻലി ഒരു പാരഗ്രാഫിനുള്ളത്. ടോപ്പിക് സെൻറ്റൻസ്, സപ്പോർട്ടിംഗ് സെൻറ്റൻസസ്, കൺക്ലൂഡിങ് സെൻറ്റൻസ്. കൺക്ലൂഡിങ് ആണ്, ഐ അല്ല ഒ ആണ് ഇവിടെ വരുന്നത്. ടോപ്പിക് സെൻറ്റൻസ്, സപ്പോർട്ടിംഗ് സെൻറ്റൻസ് ആൻഡ് കൺക്ലൂഡിങ് സെൻറ്റൻസ്. ടോപ്പിക് സെൻറ്റൻസിൽ എന്താ വരുന്നത്, ഇറ്റ് ഈസ് ദി ഫസ്റ്റ് സെൻറ്റൻസ് ഓഫ് ദി പാരഗ്രാഫ്. പാരഗ്രാഫ് തുടങ്ങുന്ന സെൻറ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ടോപ്പിക് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ദി മെയിൻ ഐഡിയ ഓഫ് ദി സെൻറ്റൻസ്. നമ്മൾ ആ ഒരു സെൻറ്റൻസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള, ആ ഒരു പാരഗ്രാഫിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മെയിനായിട്ട് വരുന്നത് ഏതിലാണ്, ടോപ്പിക് സെൻറ്റൻസിലാണ്. ഇറ്റ് ടെൽസ് അബൌട്ട് വാട്ട് ദി പാരഗ്രാഫ് ഈസ് അബൌട്ട്. Then supporting sentences, they give more information about the topic and develop the paragraph. അതായത് നടുക്കുള്ളത്, പാരഗ്രാഫിൻ്റെ ഏറ്റവും തുടക്കത്തിലുള്ളത് ടോപ്പിക് സെൻറ്റൻസും ഏറ്റവും അവസാനത്തിലുള്ളത് കൺക്ലൂഡിങ് സെൻറ്റൻസും. അതിൻ്റെ നടുക്ക് വരുന്ന ആ ഒരു നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻഫോർമേഷൻസ് എഴുതുന്ന ഭാഗമുണ്ടല്ലോ, അതാണ് എന്താണെന്ന് പറയുന്നത്, സപ്പോർട്ടിംഗ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. അവിടെയാണ് സപ്പോർട്ടിംഗ് സെൻറ്റൻസസ് വരുന്നത്. അവിടെ നമ്മൾ കുറേ അധികം എക്സാമ്പിൾസ്, കുറേ അധികം ചാർട്ട്സ്, ഡയഗ്രാംസ് ഒക്കെ വെച്ചിട്ട് ആ ഒരു ഭാഗം എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ഒരു സെൻറ്റൻസസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കൂടുതൽ ഇൻഫോർമേറ്റീവായിട്ട്, കൂടുതൽ നമുക്ക് ഇൻഫോർമേഷൻ നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ടാവും. ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ടോപ്പിക് സെൻറ്റൻസ് ആണ്. ടോപ്പിക് സെൻറ്റൻസ്, ദെൻ സപ്പോർട്ടിംഗ് സെൻറ്റൻസസ്, ദെൻ നെക്സ്റ്റ് വൺ കൺക്ലൂഡിംഗ് സെൻറ്റൻസസ്. കൺക്ലൂഡിംഗ് സെൻറ്റൻസസിൽ എന്താണ്, ഇറ്റ് ഈസ് ദി ലാസ്റ്റ് സെൻറ്റൻസ് ഓഫ് ദി പാരഗ്രാഫ്. പാരഗ്രാഫിൻ്റെ ഏറ്റവും ലാസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്, കൺക്ലൂഡിംഗ് സെൻറ്റൻസ് ആണ്. ഇറ്റ് ഓൾസോ സമ്മറൈസസ് ദി മെയിൻ പോയിന്റ് ഇൻ ദി ടോപ്പിക്. ടോപ്പിക്കിലെ ഏറ്റവും മെയിൻ പോയിന്റ് ഏതാണ് അത് സമ്മറൈസ് ചെയ്യുന്ന രീതിയിലാണ് ഏതുള്ളത്, കൺക്ലൂഡിംഗ് സെൻറ്റൻസസ് ഉള്ളത്. ദെൻ നെക്സ്റ്റ് വൺ കൾച്ചറൽ അവെയർനെസ്. Cultural awareness as a fifth skill of communication refers to set of following abilities. അതായത് നമ്മൾ 4 സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഏതൊക്കെയാണ്, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. അതുകൂടാതെ ഒരു 5ാമതൊരു സ്കിൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കണം,
കൾച്ചറൽ അവെയർനെസ് ആയിരിക്കണം എന്നാണ് പറയണത്. ഇനി കൾച്ചറൽ അവെയർനെസ് അഞ്ചാമത്തേതായിട്ടൊരു സ്കില്ലായിട്ട് എടുക്കുന്ന സമയത്ത് ഏതൊക്കെ എബിലിറ്റീസ് ആണ് അവിടെ ഫോളോ ചെയ്യേണ്ടത്? ദി എബിലിറ്റി ടു പെർസീവ് ആൻഡ് റെക്കഗ്നൈസ് കൾച്ചറൽ ഡിഫറൻസസ്. ഏതൊക്കെ രീതിയിലുള്ള നമ്മുടെ കൾച്ചർ ആയിരിക്കില്ല പുറത്ത് പോയാൽ ഉണ്ടാവുന്ന കൾച്ചർ. ഓക്കെ, അങ്ങനെ ആ ഒരു കൾച്ചറിലെ ഡിഫറൻസസ് വരുന്ന സമയത്ത് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റണം? ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. നമുക്കത് ആ ഒരു രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അത് ഫോളോ ചെയ്ത് പോകാൻ പറ്റണം. Then, the ability to accept cultural differences, the ability to appreciate and value cultural differences. നമ്മൾ ഇവിടെ നിന്ന് നമ്മളെ പുറത്തുള്ള രാജ്യത്തേക്ക് പോയിട്ട് അവരുടെ കൾച്ചർ കാണുമ്പോൾ അയ്യേ ഇതെന്താ ഇങ്ങനെ കൾച്ചർ, അങ്ങനെ അവരെ എന്ത് ചെയ്യാതെ അവരെ കളിയാക്കുന്ന രീതിയിൽ അത് എടുക്കാതെ അവർക്ക് വാല്യൂ കൊടുത്ത് അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന രീതിയിൽ അവരുടെ കൾച്ചർ എന്ത് ചെയ്യുക, എടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അതൊക്കെയാണ് കൾച്ചറൽ അവെയർനെസ്സിൽ വരുന്നത്. ദ നെക്സ്റ്റ് വൺ ബൈലിംഗ്വലിസം. ബൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ടു എന്നാണ് അർത്ഥം, രണ്ട്. ബൈലിംഗ്വലിസം, യൂസ് ഓഫ് ടു ലാംഗ്വേജസ് ഇൻ ടീച്ചിങ് എസ്പെഷ്യലി ടു ഫോസ്റ്റർ ലേണിംഗ് ഇൻ സ്റ്റുഡൻസ് ആസ് പാർട്ട് ഓഫ് എ ബൈലിംഗ്വൽ സിസ്റ്റം. അതായത് രണ്ട് ലാംഗ്വേജ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യാനായിട്ട് പറ്റുക. രണ്ട് ലാംഗ്വേജ് ഫ്ലോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, സംസാരിക്കാനായിട്ട് പറ്റുക. അതിനെയാണ് എന്താന്ന് പറയുന്നത്? ബൈലിംഗ്വലിസം എന്ന് പറയുന്നത്. ദി എബിലിറ്റി ടു സ്പീക്ക് ടു ഓർ മോർ ലാംഗ്വേജ് ഈസ് കോൾഡ് മൾട്ടിലിംഗ്വലിസം. ബൈലിംഗ്വലിസം ഉണ്ട്, അതേപോലെ തന്നെ മൾട്ടിലിംഗ്വലിസം ഉണ്ട്. ബൈലിംഗ്വലിസത്തിൽ എന്താണ്? രണ്ട് ലാംഗ്വേജ് ഫ്ലോ ആയിട്ട് സ്പീക്ക് ചെയ്യാൻ പറ്റാം. മൾട്ടിലിംഗ്വലിസത്തിലോ രണ്ടിൽ കൂടുതൽ ലാംഗ്വേജ് എന്ത് ചെയ്യാൻ പറ്റുക, സ്പീക്ക് ചെയ്യാനുള്ള എബിലിറ്റി. അതാണ് മൾട്ടിലിംഗ്വലിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ട്രാൻസ്ലാക്ഷൻ. ഇതും കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്തു? നമ്മുടെ ചാപ്റ്റർ, നമ്മുടെ യൂണിറ്റ് 3 ഇവിടെ കഴിയാണ്. ട്രാൻസ്ലാക്ഷൻ പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ബൈലിംഗ്വൽ ഓർ മൾട്ടിനാഷണൽ സൊസൈറ്റി. അതായത് രണ്ടോ അതിൽ കൂടുതൽ ഭാഷയോ സംസാരിക്കുന്ന ഒരു സൊസൈറ്റിയിൽ ട്രാൻസ്ലാക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മലയാളത്തിൽ എഴുതിയ കാര്യങ്ങളെല്ലാം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുന്നത് ഒരു രീതിയിലുള്ള ട്രാൻസ്ലാക്ഷനാണ്. ട്രാൻസ്ലാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തർജ്ജമ ചെയ്യുക. മലയാളത്തിൽ എഴുതിയ വർക്ക്സ് ഇംഗ്ലീഷിലേക്കോ അല്ലെങ്കിൽ ഹിന്ദിയിൽ എഴുതിയത് മലയാളത്തിലേക്കോ, അങ്ങനെ ഓരോ ഭാഷയിൽ എഴുതിയത് വേറൊരു ഭാഷയിലേക്ക് എന്ത് ചെയ്യുക, തർജ്ജമ ചെയ്യണ സമയത്ത് അവിടെ വരുന്നത് എന്താണ്? ട്രാൻസ്ലേഷൻ. Then translation is not changing languages from one to another. It is more than that. അതായത് ഒരു ലാംഗ്വേജിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിലേക്ക് മാറ്റുക എന്നതിനപ്പുറം ആ രണ്ട് ലാംഗ്വേജും തമ്മിൽ ഒരു ബ്രിഡ്ജ് കൊണ്ടുവരാണ്, ഒരു കണക്ഷൻ കൊണ്ടുവരാനായിട്ട് എന്തിനു പറ്റും എന്നാണ് പറയണത്? ട്രാൻസ്ലാക്ഷന് പറ്റും എന്നാണ് പറയണത്. ട്രാൻസ്ലാക്ഷനും ചിലപ്പോൾ എന്ത് ചെയ്യാം, ഒരു 2 മാർക്സ് അല്ലെങ്കിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ട്രാൻസ്ലാക്ഷൻ്റെ പോയിൻറ്റ്സും അവിടെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കാം. ഇതോടെ നമ്മൾ യൂണിറ്റ് 3 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്